ഹോർമുസിൽ നിന്ന് അമേരിക്കയെ പുറത്താക്കാൻ ഒമാനും തയ്യാറെടുത്തു. സംയുക്തമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥയാണ് ഇറാനുമായി ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് ഒമാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ അമേരിക്കയുടെ നയങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് പല ഘട്ടങ്ങളിലും ഒമാനെ സംബന്ധിച്ചിടത്തോളം അവർ. പക്ഷെ ഹോർമുസുമായി ബന്ധപ്പെട്ട വിഷയം എത്തിയതോടുകൂടി ജനകീയപരമായ രീതിയിൽ തന്നെ സർക്കാരിനോട് ആളുകൾ ആവശ്യപ്പെട്ടത് ഇത്തരം ഒരു വിഷയത്തിൽ നമ്മൾ ഇറാനോടൊപ്പം നിൽക്കണം. അത് നമ്മുടെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അമേരിക്ക ഭാവിയിൽ വരാൻ പോകും. ആ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല അവസരം കൃത്യമായ രീതിയിലും ഗുണപരമായ രീതിയിലും ഉപയോഗിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ജനകീയപരമായ രീതിയിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നൊരു റിപ്പോർട്ടും പുറത്തു വരുന്നു. ഒമാൻ മേഖലയിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യമാണ്, കൃത്യമായിരിക്കുന്ന നിലപാടുള്ള രാജ്യമാണ്, അമേരിക്കയുടെ സൈനിക ബേസ് നൽകാത്ത രാജ്യമാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുസ്ലിം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം പ്രതികരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഒമാനാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഹോർമുസുമായി ബന്ധപ്പെട്ടാണ് ഈ യുദ്ധം നിലനിൽക്കുന്നത്. അതിൻ്റെ നിയന്ത്രണവും അധികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് പല ഘട്ടങ്ങളിലായി അമേരിക്ക ഉന്നയിക്കുന്നത് എന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുവരെ ഏറെക്കുറെ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഒമാൻ ഉണ്ടായിരുന്നത്. ഇറാൻ്റെ നിലപാടിനെ എതിർക്കാതെ അതിന് പക്ഷം ചേർന്നുകൊണ്ട് മൗനം പാലിക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒമാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിലപാട് കർക്കശമാക്കിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അഥവാ പുതിയൊരു പാത വെട്ടിത്തെളിക്കുകയാണ്. നിലവിലുള്ള പാത എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അതിർത്തിയോട് ചേർന്ന് അവരുടെ നിയന്ത്രണത്തിലല്ലെങ്കിൽ പോലും, അന്താരാഷ്ട്ര പാതയാണെങ്കിൽ പോലും അവരുമായിട്ട് ഒരു നിസ്സഹകരണം ഇല്ലാത്ത രീതിയിലാണ് ഇത്രയും കാലം. അതായത് ഡിസംബർ 28 അമേരിക്കയുടെ ആക്രമണത്തിന് മുൻപ് ഒരു സ്വതന്ത്ര പാതയായിട്ട് തന്നെയാണ് ഹോർമുസിനെ കണ്ടത്. അമേരിക്കൻ ആക്രമണം വന്നതോടുകൂടി റൂട്ടിനൊക്കെ മാറ്റം വന്നു, സ്ഥിതികൾക്ക് മാറ്റം വന്നു. പിന്നീട് ഓരോരോ ഇറാൻ്റെ നിലപാട് പറയാൻ തുടങ്ങി. അതോടെ അമേരിക്ക പെടുകയും ചെയ്തു. ഇപ്പോൾ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം എന്നുള്ള കാര്യം കൃത്യമാണ്. ഇന്നത്തെ ദിവസവും ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ മിസൈൽ പായിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ തങ്ങളുടെ അനുവാദമില്ലാതെ പോകുന്ന ഒരു കപ്പലിനെയും തങ്ങൾ സ്വതന്ത്രമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കില്ല എന്നുള്ളതാണ് ഇറാൻ്റെ കർക്കശമായിരിക്കുന്ന നിലപാട്. ആ നിലപാട് ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. ഹോർമുസിൻ്റെ നിയന്ത്രണം ഇറാന് നൽകുകയില്ല എന്നുള്ളത്. ഹോർമുസിൻ്റെ നിയന്ത്രണം ഇറാന് നൽകുകയില്ല എന്ന് പറയണമെങ്കിൽ അതിൻ്റെ നിയന്ത്രണം അമേരിക്കയുടേതായിരിക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ പ്രതികരണം. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും നൂതന സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നുമില്ല. പരമാവധി അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. മാത്രമല്ല അവിടുന്ന് തുടർന്ന് അതിനെ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് എന്നും കൂടിയാണ് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ IRGC നടത്തുന്നുണ്ട്. അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാത്ത രീതിയിൽ മൗനം സമ്മതമായ രീതിയിൽ ഒമാൻ മാറി നിൽക്കുകയും ചെയ്യുന്നു. ഒമാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് രൂപം നൽകിയപ്പോൾ 14ഓളം രാജ്യങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ ഒമാൻ ഒപ്പിട്ടിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇറാനെ പിണക്കുന്ന രീതിയിലോ ഇറാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലോ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് യഥാർത്ഥത്തിൽ ഒമാന് താല്പര്യമില്ല എന്ന് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം, ഇറാൻ ഒമാനുമായിട്ട് സംസാരിക്കുന്നു, മേഖലയിൽ പുതിയൊരു റൂട്ട് പാത ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. റൂട്ട് പാത എന്ന് പറഞ്ഞാൽ നിലവിലുള്ള പാതയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ഉത്തരവാദിത്വത്തിലും അതിന്റെ അവസാന ഭാഗം ഒമാന്റെ ഉത്തരവാദിത്തത്തിലും വരുന്ന രീതിയിലുള്ള പുതിയ പാത.
ആ പാതക്ക് ഇറാനും ഒമാനും ഏറെക്കുറെ ഒരു ധാരണയിലെത്തുകയും ഒരു കരാർ വ്യവസ്ഥ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഈ രണ്ട് രാജ്യങ്ങൾക്കും മാത്രമായിരിക്കും അധികാരം. എന്ന് വെച്ചാൽ അമേരിക്കക്ക് അതിൽ അധികാരമോ അവകാശമോ ഇല്ല എന്ന് ഇറാൻ പറയുന്നതല്ല, ഒമാൻ പറയുന്നു എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അമേരിക്കയുമായിട്ട് വെല്ലുവിളിക്കാനും അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങളുടെ നിലപാട് ഉറക്കെ പറയാനും മാത്രം ധൈര്യമുള്ള രാജ്യങ്ങളായി അറേബ്യൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു. ഒമാൻ അമേരിക്കയെ ഈ മേഖലയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. 100% ഈ യുദ്ധത്തിൽ അമേരിക്ക തോറ്റു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഒമാൻ്റെ നിയന്ത്രണം ഇറാനും ഓർമുസിൻ്റെ നിയന്ത്രണം ഒമാനും ഇറാനും മാത്രമായി പരിമിതപ്പെടുന്ന സമയത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അന്താരാഷ്ട്ര മേഖലയോ അല്ലാത്ത മറ്റ് രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന സ്ഥിതിയോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്തെല്ലാം ഈ ഒരു വിഷയം ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കടലിടുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തതും ഇറാനെ പോലെയുള്ള ഒരു മൂന്നാം ലോക രാജ്യത്തെ പരാജയപ്പെടുത്താനും സാധിക്കാത്ത നിങ്ങളാണോ ഞങ്ങളോട് ചോദ്യം ചെയ്യുന്നത്, അല്ലെ ഞങ്ങളെയൊക്കെ ഉപദേശം നൽകുന്നത് എന്നൊരു ചോദ്യം വരാൻ പോകുന്ന കാലത്ത് തീർച്ചയായിട്ടും അമേരിക്ക പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഒമാൻ്റെ അധികാരങ്ങൾ, ഈ ഓർമുസിൻ്റെ അധികാരങ്ങൾ ഒമാനും ഇറാനുമായിട്ട് പങ്ക് വെക്കുന്ന സമയത്ത് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെ 5 മുതൽ 7% വരെ ചുങ്കം ചുമത്തും എന്നാണ്. ചുങ്കം എന്നല്ല പറയുന്നത്, സർവീസ് മണി എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്ന് ലഘൂകരിച്ചുകൊണ്ട് ലളിതവൽക്കരിച്ചുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. 5 മുതൽ 7% വരെ ചുങ്കം ചുമത്തുക എന്ന് പറയുമ്പോൾ അതിൽ 2% ഒമാനുള്ളതാണ്, 5% ഇറാനുള്ളതാണ്. എന്നാൽ 2% ഒമാൻ വേണമെന്ന് ഒമാൻ പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ഇറാനാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇറാൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഇറാൻ്റെ നിലപാടിൽ ഇത്ര ശതമാനം കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ വളരെ കൃത്യതയോടുകൂടി എണ്ണപ്പെടുന്ന കപ്പലുകൾ പണം നൽകിക്കൊണ്ട് മാത്രം അതിർത്തി കടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അമേരിക്കക്ക് എന്തെങ്കിലും റോളുണ്ടോ? അമേരിക്കക്ക് ഒരു റോളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ തുടങ്ങിയ യുദ്ധം നാണം കൊട്ടുകൊണ്ട് പരാജയപ്പെട്ട് പിന്മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനത്തെ ഒരു അല്ലാത്തൊരു കരാറുണ്ടെങ്കിലോ ഒരിക്കൽ പോലും ഇവിടെ അമേരിക്കക്ക് നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതികൾ വരും. ഇപ്പോൾ നിലവിൽ ഒരു 10-15 ദിവസത്തിൻ്റെ ഇടയിൽ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ മേഖലയിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അത് യഥാർത്ഥത്തിൽ നിലവിൽ ഉപയോഗിച്ചു വരുന്ന ആയുധങ്ങൾ അല്ല എന്നുള്ളതാണ്. അഥവാ അവർ ഇപ്പോൾ ഘട്ടം ഘട്ടമായ രീതിയിൽ പുതിയ ആയുധങ്ങൾ പുറത്തെടുക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുപയോഗിച്ച ആയുധങ്ങൾ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആയുധങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചോർച്ച വരുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ആയുധത്തിൻ്റെ ചോർച്ച അമേരിക്കക്കുണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ആ രാജ്യം അംഗീകരിക്കാത്തതാണ്. അമേരിക്ക ലോക പവർഫുള്ളായിരിക്കുന്ന സൈനിക രാജ്യമാണ്. ആ രാജ്യം 2ാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമാണ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതല്ലെങ്കിലോ മറ്റു ശത്രു രാജ്യങ്ങൾ ആക്രമിച്ചാൽ അതിനു മുൻപിൽ തോൽക്കാൻ വേണ്ടി പാടില്ല. 2ാം ലോക യുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയുടെ കൈവശത്തിൽ, റഷ്യയുടെ കൈവശത്തിൽ, അന്ന് സോവിയറ്റ് യൂണിയനാണ്, സോവിയറ്റ് യൂണിയൻ്റെ കൈവശത്തിൽ ഒരു ആണവായുധം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആണവായുധമുള്ള ഏക രാജ്യം അന്ന് അമേരിക്ക മാത്രമാണ്. 2ാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതും അമേരിക്ക ജയിച്ചതും ഈ ആണവായുധം കൊണ്ട് മാത്രമാണ്. അല്ലാതെ സൈനികർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് ഭൂമി പിടിച്ചെടുത്തിട്ട് ജയിച്ച യുദ്ധമല്ല 2ാം ലോക യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൻ്റെ സ്ഥിതികൾ എന്ന് പറയുന്നത് ഈ ആണവായുധമാണ്. പിന്നീടാണ് സോവിയറ്റ് യൂണിയൻ ഡെവലപ്പ് ചെയ്യുന്നു, അവർ നിർമ്മിച്ചതിന് ശേഷം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം സോവിയറ്റ് യൂണിയനായി ഓട്ടോമാറ്റിക്കായിട്ട് മാറി. 2ാം സ്ഥാനമാണ് അമേരിക്കക്കുള്ളത്.
അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കയെ സൈനികപരമായ രീതിയിൽ ഒതുക്കുക, അവർക്ക് വലിയ രീതിയിൽ നിയന്ത്രണം ഇല്ലാതാക്കുക, ഈ പ്രവൃത്തികളും ഈ കാര്യങ്ങളെല്ലാം റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചു വരുന്നതാണ്. അമേരിക്കക്ക് സൈനിക ശക്തി കൂടുന്നിടത്തോളം കാലം അത് മറ്റുള്ള രാജ്യത്തിന് സാരമായിട്ട് ബാധിക്കും എന്ന് കൃത്യമായ രീതിയിൽ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ സൈനിക ശക്തികൾ ക്ഷയിപ്പിക്കണം, ചോർത്തണം എന്നുള്ളതാണ്. അതിന് അവസരം കിട്ടുന്ന സമയത്തെല്ലാം അതിനുശേഷം, അതായത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഈ സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അവസരം കിട്ടുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? റഷ്യ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് ഇറാന് വേണ്ടിയിട്ട്. അത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ റഷ്യയും സഹായിച്ചിട്ടുണ്ട്. മിസൈൽ നൽകിക്കൊണ്ട് വലിയ സഹായങ്ങൾ നൽകിയത് ഇറാനാണ്. പകരമായ രീതിയിൽ ഇന്ന് ഇറാൻ യുദ്ധമുഖത്താണ്. ആ സമയത്ത് റഷ്യ നൽകുന്നുണ്ട്, ചൈന നൽകുന്നുണ്ട്. റഷ്യയും ചൈന നൽകുക എന്ന് പറഞ്ഞാൽ ഇറാൻ ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാകണമെന്ന് ഇറാനേക്കാളെ ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്ന രാജ്യം ചൈനയും റഷ്യയുമാണ്. രാഷ്ട്രീയമായ രീതിയിലും പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും അവരുടെ നിലനിൽപ്പ് തീർച്ചയായിട്ടും ഇറാനെ ആശ്രയിച്ചാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായിരുന്നാലും ഈ മേഖല, അതായത് ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 100% അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.